ഇടയ്ക്ക് ന്യൂസ് ടെൻസ് ചർച്ച ചെയ്ത വിഷയമായിരുന്നു PM ശ്രീയുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് എന്ന് തന്നെയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്, UDF കൺവീനർ പറഞ്ഞത്. ഇപ്പോഴിതാ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും പറയുകയാണ്. പക്ഷേ ആ നേതാക്കളുടെ പ്രതികരണങ്ങളെ, മന്ത്രിമാരുടെ പ്രതികരണങ്ങളെ തള്ളുന്ന നിലപാടാണ് ഇപ്പോൾ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി സ്വീകരിച്ചിട്ടുള്ളത്. PM ശ്രീയുമായി മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ച് UDF-ൽ ചർച്ച നടന്നിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. PM ശ്രീയിൽ നിന്ന് എങ്ങനെ പിന്മാറാൻ കഴിയുമെന്ന് ആലോചിക്കും എന്നതായിരുന്നു PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. UDF കൺവീനർ പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. അദ്ദേഹത്തിന് UDF യോഗത്തിന് ശേഷം നടത്തുന്ന പത്രപ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെതായ ശൈലിയിൽ ഒരു മറുപടി പറയാലോ, അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇന്നലെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് UDF ചർച്ച ചെയ്തു, എന്നിട്ട് ലീഗ് വേറെ അഭിപ്രായം പറഞ്ഞു, കോൺഗ്രസ് വേറെ അഭിപ്രായം പറഞ്ഞു എന്നൊക്കെയാണ്. അത് 100% കളവാണ്. ഒരു മറുപടി PM ശ്രീയിൽ നിന്ന് മാറി വാർത്തക്കുള്ള മറുപടിയായി വന്നതിന് ശേഷം ഗവൺമെന്റ് അത് ആലോചിച്ച് ഫൈനൽ എന്താണ് എന്ന് പറയും. അതായിരിക്കും നിലപാട്. യെസ്, ഡാൻ ചേരുന്നുണ്ട്. ഡാൻ, UDF കൺവീനർ മാത്രമല്ല, നേരത്തെ വിദ്യാഭ്യാസ മന്ത്രിയും PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് തന്നെയാണ് സംസാരിച്ചത്. മന്ത്രിസഭാ ഉപസമിതിയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് അതുകൂടി വന്ന ശേഷം എത്ര സ്കൂളുകൾ തിരഞ്ഞെടുക്കും, ഏതൊക്കെ സ്കൂളുകളിൽ നടപ്പിലാക്കും, സിലബസിൽ എന്തായാലും കേന്ദ്ര സർക്കാരിന് കൈകടത്താൻ സാധിക്കില്ല, ഈ രീതിയിലൊക്കെയായിരുന്നു UDF കൺവീനർ സംസാരിച്ചത്. അതിനെ പാടെ തള്ളുകയാണിപ്പോൾ കുഞ്ഞാലിക്കുട്ടി. ലീഗ് നേതൃത്വത്തിനിടയിൽ തന്നെ വലിയ സമ്മർദ്ദം ഈ വിഷയത്തിൽ ഭിന്നാഭിപ്രായമായി പുറത്തു വരുന്നതിനിടയിലാണ് MSF ഉൾപ്പെടെയുള്ള പോഷക സംഘടനകളടക്കം വലിയ വിമർശനവുമായി പരസ്യ പ്രതികരണവുമായി രംഗത്ത് വരുന്നതിന് പിന്നാലെയാണ് ലീഗ് നേതൃത്വം, ലീഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായ സംസ്ഥാനത്തെ വ്യവസായ വകുപ്പ് മന്ത്രി കൂടിയായ PK കുഞ്ഞാലിക്കുട്ടി PM ശ്രീയിൽ നിന്ന് എങ്ങനെ പിന്നോട്ട് പോകാം എന്നതിനെക്കുറിച്ചാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. UDF-നും ലീഗിനും ഈ വിഷയത്തിൽ ഒരേ നിലപാടാണ്. പ്രത്യാഘാതങ്ങൾ എന്താകും ഇത് നടപ്പിലാക്കിയാലെന്ന് എല്ലാവർക്കും അറിയാമെന്നൊക്കെ പറഞ്ഞു വെച്ചുകൊണ്ട് ഇപ്പോൾ പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, UDF-നുള്ളിൽ തന്നെ ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട തീരുമാനം മുമ്പോട്ട് പോകാനാണ്, അല്ലെങ്കിൽ അത് നടപ്പിലാക്കാനാണ് തീരുമാനമെങ്കിൽ അത് ഉണ്ടാക്കാനിടയുള്ള രാഷ്ട്രീയമായ വിമർശനങ്ങളെയും വിവാദങ്ങളെയും ഒക്കെ കുറിച്ച് കൃത്യമായ ബോധ്യം നേതൃത്വത്തിനുണ്ട്. അതേസമയം ഒരു വിഭാഗം കൃത്യമായി പദ്ധതിയുമായി മുമ്പോട്ട് പോകണമെന്ന് പറയുന്നത് സാമ്പത്തികമായി അത് ഉണ്ടാക്കാനുള്ള തിരിച്ചടി, അതായത് പദ്ധതിയിൽ നിന്ന് പിന്മാറിയാൽ അത് ഉണ്ടാക്കാനിടയുള്ള തിരിച്ചടിയെക്കുറിച്ചുള്ള ബോധ്യത്തിലാണ്. ഇനി സാങ്കേതികത്വം പറഞ്ഞ് പിന്നോട്ട് പോയാൽ അത് SSK വഴി ലഭിക്കേണ്ട കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് വിദ്യാഭ്യാസ മേഖലയ്ക്ക് ലഭിക്കാതിരിക്കുന്നത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിക്കുമെന്നൊക്കെ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് പ്രതിപക്ഷത്തായിട്ടിരുന്നപ്പോൾ UDF എടുത്ത നിലപാടിന് ഘടകവിരുദ്ധമായ ഒരു നിലപാട് സർക്കാർ അധികാരമേറ്റു കഴിഞ്ഞ് PM ശ്രീ വിഷയത്തിൽ സ്വീകരിച്ചാൽ RSSന്റെ കേന്ദ്ര നയങ്ങൾക്ക് മുമ്പിൽ സംസ്ഥാന സർക്കാർ അടിയറവ് പറഞ്ഞു എന്നൊരു പ്രചാരണം വരും. ലീഗിനെ സംബന്ധിച്ച് ലീഗിന്റെ അണികൾ വളരെ സെൻസിറ്റീവായി ചിന്തിക്കുന്ന അണികളാണ്. നമുക്കറിയാം വടക്കൻ കേരളത്തിലടക്കം അവർ എങ്ങനെയാണ് ഈ രാഷ്ട്രീയ വിഷയങ്ങളോട് SIR അടക്കമുള്ള വിഷയങ്ങളിൽ പ്രതികരണം നടത്തിയത് എന്ന്. അങ്ങനെ ഒരു പശ്ചാത്തലം ഉള്ളതുകൊണ്ടാണ് കരുതലോടെയുള്ള ലീഗ് നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ ഈ പ്രതികരണം. യെസ്, അതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് തുടക്കത്തിൽ ഈ വാർത്ത ഞങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഘട്ടത്തിലടക്കം എങ്ങനെയാണ് ഇത് ന്യായീകരിക്കാൻ പറ്റുക, അല്ലെങ്കിൽ വിശദീകരിക്കാൻ പറ്റുക എന്ന ചോദ്യം ചോദിച്ചിരുന്നു. അതായത് ഡാൻ, സാങ്കേതികമായി എന്താണെങ്കിലും ഈ പ്രൊജക്റ്റിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന് തന്നെയാണ് നമുക്ക് മന്ത്രിയുടെയും കൺവീനറിൻ്റെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ ഒരു വലിയ പൊട്ടിത്തെറി, പരസ്യമായ പ്രതിഷേധം, ഇതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി അനുനയിപ്പിച്ച് മുന്നോട്ട് പോവുക, അതുകൂടി ആയിരിക്കുമല്ലേ ഇത്തരം പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്? ഇതൊരു പൊളിറ്റിക്കൽ ഡ്രാമയാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. കാരണം ഏകകണ്ഠേനയാണ് ഇതിനെ പിന്തുണയ്ക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയതെന്ന് പറഞ്ഞാൽ ലീഗ് നേതൃത്വമാണ് പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഏറ്റവും അധികം വിമർശനം PM ശ്രീക്കെതിരെ ഉന്നയിച്ചത്. ലീഗിന്റെ തന്നെ നിലവിലെ മന്ത്രി KM ഷാജിയാണ് UDF അധികാരത്തിലെത്തിയാൽ PM ശ്രീ അറബിക്കടലിൽ എറിയുമെന്ന് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ ലീഗിന്റെ നേതാക്കൾ തന്നെ, ലീഗിന്റെ മന്ത്രിമാർ തന്നെ ഇങ്ങനെയൊരു ഘട്ടത്തിൽ PM ശ്രീ പദ്ധതിയുമായി മുമ്പോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ടായാൽ അണികൾക്കിടയിൽ, പ്രവർത്തകർക്കിടയിൽ അതുണ്ടാക്കുന്ന ആശയക്കുഴപ്പം വളരെ വലുതായിരിക്കും. അതുകൊണ്ട് തങ്ങളുടെ അണികളെയെങ്കിലും ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്, വിശ്വാസത്തിലെടുക്കേണ്ടതുണ്ട്. ലീഗ് നേതൃത്വത്തിന് ഈ വിഷയത്തിൽ തങ്ങൾ PM ശ്രീക്ക് എതിരാണ് എന്നൊരു നിലപാട് പരസ്യമായി സ്വീകരിച്ചുകൊണ്ട്. അതിനപ്പുറത്തേക്ക് UDF-ന്റെ കൺവീനർ വളരെ വ്യക്തമായും കൃത്യമായുമാണ് ഇന്നലെ ഈ കാര്യങ്ങളിൽ PM ശ്രീയുമായി മുമ്പോട്ട്
പോകാനാണ് ഉപസമിതി തീരുമാനം അംഗീകരിച്ചു. സ്കൂളുകൾ UDF തീരുമാനിക്കുമെന്ന് പറഞ്ഞത് PMശ്രീയുമായി മുന്നോട്ട് പോവുകയെന്നല്ലാതെ പിന്നെ എന്താണ് അതിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നത്? അത് സാമാന്യ ബോധമുള്ള ആർക്കും മനസ്സിലാകും. അവിടെ ലീഗിന്റെ അണികളെ വിശ്വാസത്തിലെടുക്കുന്നതിനായി അല്ലെങ്കിൽ ലീഗിന്റെ പ്രവർത്തകരെ കിടയിലുള്ള ആശയക്കുഴപ്പം നീക്കുന്നതിനായി MSF ഉൾപ്പെടെയുള്ള യുവജന സംഘടനകൾ മുമ്പോട്ട് വെക്കുന്ന അതിരൂക്ഷമായ വിമർശനങ്ങളെ അനുനയിപ്പിക്കുന്ന ഒരു നീക്കമാണ് കുഞ്ഞാലിക്കുട്ടിയുടെ ഈ പ്രതികരണത്തിൽ ഉള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു കൃത്യമായ രാഷ്ട്രീയ നയമായിരിക്കും. അത് ലീഗിന് അവരുടെ അണികൾക്കിടയിൽ നിന്നുള്ളാകാനിടയുള്ള വിമർശനങ്ങളെ ചെറുക്കുന്നതിനുള്ളൊരു പ്രതിരോധമായി മാത്രം കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകളെ കണ്ടാൽ മതി. കാരണം UDF കൺവീനർ അടൂർ പ്രകാശും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും അതോടൊപ്പം വിദ്യാഭ്യാസ മന്ത്രി N ശംസുദ്ദീനും എല്ലാം ഒരു വശത്ത് ഒരേ നിലപാട് പറയുമ്പോൾ മറുവശത്ത് UDFൽ അങ്ങനെ ഒരു ചർച്ചയെ നടന്നിട്ടില്ല, മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരു തീരുമാനമേ എടുത്തിട്ടില്ല. അങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്നത് കളവായ വാർത്തയാണ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി ഒരു ആശയക്കുഴപ്പം മുന്നണിക്കുള്ളിൽ ഉണ്ട്. ലീഗിന് അതിൽ വിയോജിപ്പുണ്ട്. അതിൽ നിന്ന് പിന്നോട്ട് പോകുന്നതിനെക്കുറിച്ചാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട ഒരു നേതാവായ UDFന്റെ മുന്നണി യോഗത്തിൽ ഇന്നലെ മുഴുവൻ സമയവും പങ്കെടുത്ത PK കുഞ്ഞാലിക്കുട്ടിയെപ്പോലുള്ള ഒരാൾ തിരികെ വന്ന് പറയുമ്പോൾ അതിനെടുത്ത കാലതാമസവും ശ്രദ്ധേയമാണ്. കാരണം ഇന്നലെയാണ് UDF യോഗം നടന്നത്. ഇതിൽ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പ്രതികരണം നടത്തിയതിനു ശേഷം 24 മണിക്കൂർ കഴിഞ്ഞ് കുഞ്ഞാലിക്കുട്ടി വന്ന് ഇത്തരമൊരു നിലപാട് വ്യക്തമാക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, അത് കൃത്യമായി ഇത് ഉണ്ടാക്കാനിടയുള്ള മുന്നണിക്കിടയിൽ നിന്ന് തന്നെ ഉയരാനുള്ള വിമർശനങ്ങൾ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ലീഗ് നേതൃത്വം ആ സമ്മർദ്ദങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു വിപരീതമായ പരാമർശം അല്ലെങ്കിൽ എതിർദിശയിലുള്ള പരാമർശം PMശ്രീക്കെതിരെ ഇപ്പോൾ ഇങ്ങനെ ഒരു നിലപാട് പരസ്യമായി അദ്ദേഹം വ്യക്തമാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്ന് വേണം മനസ്സിലാക്കാൻ. PMശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ച പശ്ചാത്തലത്തിൽ ഇനി അതിൽ നിന്ന് പിന്നോട്ട് പോവുക എന്നത് സാധ്യമല്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി ശംസുദ്ദീൻ പറഞ്ഞതാണ്. UDF കൺവീനർ അടൂർ പ്രകാശും പറഞ്ഞതാണ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും അത് തന്നെയാണ് പറയുന്നത്. അതിനിടയിലാണ് PK കുഞ്ഞാലിക്കുട്ടി അങ്ങനെ ഒരു ചർച്ച UDFൽ നടന്നിട്ടില്ല, എങ്ങനെ ഇതിൽ നിന്ന് ഒഴിവാകാം എന്നതാണ് ഇപ്പോഴത്തെ നീക്കം എന്നുകൂടി പറയുന്നത്. ഒരു പക്ഷേ ഡാൻ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇതൊരു പൊളിറ്റിക്കൽ ഡ്രാമയായി മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. കാരണം പ്രതിപക്ഷത്തിരുന്നപ്പോൾ ലീഗ് അതിശക്തമായി ഈ പദ്ധതിയെ എതിർത്തതാണ്. തങ്ങൾ അധികാരത്തിൽ വന്നാൽ PMശ്രീ പദ്ധതി അറബിക്കടലിൽ എറിയും എന്ന് ലീഗ് പറഞ്ഞതാണ്. എന്തായാലും അങ്ങനെയൊന്നും സാധിക്കാത്ത പശ്ചാത്തലത്തിലുള്ള നിലപാട് മയപ്പെടുത്തൽ എന്ന് വേണം ഇത്തരം പ്രതികരണങ്ങളെ നോക്കിക്കാണാൻ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.